ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിൾ മുട്ടക്കറി റെസിപ്പിയാണ് കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം മുട്ട തോട് മാറ്റി മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, 2 മീഡിയം സൈസ് സവാള, കറിവേപ്പില, തക്കാളി ഇതൊക്കെ അരിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഒരു ചീനച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് കറിവേപ്പിലയും സവാളയും ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഒരു ബ്രൗൺ കളറാവുന്ന വരെ വഴറ്റി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി തക്കാളിയും സവാളയും വെന്ത് വരുന്ന വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ തക്കാളിയും സവാളയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കാശ്മീരി പൗഡർ, പിന്നെ 1 സ്പൂൺ മുളക് പൊടി, പിന്നെ ഗരം മസാല, പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിന് ശേഷം ഈ മസാലകളെല്ലാം നമുക്ക് പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ചാറ് കുറുകണ വരെ നമുക്ക് തിളപ്പിക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് മുറിച്ച് മാറ്റി വെച്ച കോഴിമുട്ട അതിലിട്ട് കൊടുക്കാം. കോഴിമുട്ട ഞാൻ 2ആയി മുറിച്ചിട്ടത് ഈ കറിയിലെ മസാലയൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ മുട്ടക്കറി ചപ്പാത്തിയുടെയും വെള്ളയപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ മുട്ടക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയില ഇല്ലാത്ത കാരണം ഇട്ട് കൊടുത്തിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ സൂപ്പറായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ടാറ്റാ.